ഹായ് ഗെയ്സ്, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഫ്രൈഡേ ആണ് ഗെയ്സ്. അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ് നമ്മുടെ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഏതായാലും വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അങ്ങനെ ഗെയ്സ്, ഞാൻ രാവിലെ എണീറ്റ് വന്നപ്പോഴത്തേനും ഉമ്മ കട്ടൻ ചായ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഏതായാലും ഒരു ഗ്ലാസ് കട്ടൻ ചായയും കുറച്ച് പൂള ചിപ്സും കഴിച്ചു. അങ്ങനെ കട്ടൻ ചായയൊക്കെ കുടിച്ച് വന്നപ്പോൾ മൂസിന് ഫിനിമോളേറ്റ് ആപ്പാൻ്റെ അടുത്ത് പോവാണ്. അപ്പോൾ ഇന്ന് മദർസ് ഇല്ലാത്ത ദിവസമാണ്. അപ്പോൾ സ്കൂളിൻ്റെ ടൈം ആകുമ്പോഴത്തേനും അവരവിടെ എത്തിച്ചാൽ മതി. അപ്പോൾ ആപ്പ ഏതായാലും ഷോപ്പിൽ പോകുമ്പോൾ ആപ്പാൻ്റെ കൂടെ അവളെ അയക്കാച്ചിട്ടാണ്. പിന്നെ അവിടുന്ന് അവളപ്പോൾ സ്കൂളിൻ്റെ ടൈം ആകുമ്പോൾ സ്കൂളിൽ എത്തിച്ചോളും. അങ്ങനെ ഇതാ റീനു സ്കൂളിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. അവനിപ്പോൾ ചായ കുടിക്കുകയാണ്. അവന് പുട്ടും പപ്പടമാണ് കഴിക്കുന്നത്. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് അവന് പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ അനിമോനും സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ കുട്ടികളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇന്ന് വെള്ളപ്പം, ചട്നി, അതുപോലെ തന്നെ പുട്ടും പപ്പടമാണ് ഉണ്ടായിരുന്നത്. പിന്നെ മൂസിനാക്ക് ഇന്നലെ രാത്രി മുതൽ പനി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഏതായാലും രാവിലെ തന്നെ അവർ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ബാസിലും മൂസിനും കൂടിയാണ് പോണത്. കിച്ചണിലാണുള്ളത്. ഉമ്മ ഉച്ചക്കുള്ള ഫുഡിൻ്റെ പ്രിപ്പറേഷനിലൊക്കെയാണ്. ഇന്ന് ഫ്രൈഡേ അല്ലേ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇന്ന് മഗ്ലിയാത്താണ് ഉണ്ടാക്കുന്നത്. മഗ്ലിയാത്തിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് പോയിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഉമ്മ അരിയൊക്കെ അളന്ന് സെറ്റാക്കി വെക്കുകയാണ്. പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉമ്മ കുറച്ച് ചിക്കനൊക്കെ എടുത്തിട്ട് നന്നായിട്ട് മസാല ഒക്കെ തേച്ച് സെറ്റാക്കി വെക്കുന്നുണ്ട്. അങ്ങനെ ഉമ്മ മഗ്ലിയാത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ട വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതിലോട്ട് മെയിനായിട്ട് വേണ്ടത് വഴുതനങ്ങ വേണം, അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് വേണം, ക്യാപ്സിക്കം വേണം, ക്യാരറ്റും വേണം. ഇത്രയും വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഫുഡിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങളെല്ലാവരും കൂടി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിനിടയിൽ ബാസിൽ ജുമാക്ക് പോയി വന്നിട്ടുണ്ട്. ഇനി എല്ലാവരും കൂടി ഇന്ന് ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ബിരിയാണി കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൻ്റെ വീട്ടിൽ നിന്ന് ബിരിയാണിയാണ് ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ അവിടുന്ന് കുറച്ച് ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഉണ്ടിട്ട് ഞങ്ങൾക്ക് ഉച്ചക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് മഗ്ലിയാത്തും ഉണ്ട്, ബിരിയാണി ഉണ്ട്. ചിക്കൻ ബിരിയാണിയും ചിക്കൻ മഗ്ലിയാത്തും. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ട് അങ്ങനെ കഴിക്കാൻ പോവാണ് ഫുഡ്. അപ്പോൾ മഗ്ലിയാത്ത് നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മളിതിലോട്ട് ഉരുളക്കിഴങ്ങും വഴുതനങ്ങയും ക്യാരറ്റും ക്യാപ്സിക്കും ആ ചിക്കനും ഒക്കെ പാടെ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ച് തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ റെസിപ്പി എന്തായാലും ഇട്ടിട്ടുണ്ട് യൂട്യൂബിൽ. നിങ്ങളെല്ലാവരും അതൊക്കെ പോയി കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറയണം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ നോക്കണം കേട്ടോ. അങ്ങനെ മഗ്ലിയാത്ത് കഴിച്ചതിൻ്റെ ശേഷം പിന്നെ ഞാൻ കുറച്ച് ബിരിയാണിയും കൂടി ഒന്ന് ടേസ്റ്റ് നോക്കിയിരുന്നു. അങ്ങനെ ഇന്ന് ഈവനിങ്ങിൽ ഞങ്ങൾക്ക് കുറച്ച് ഗസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇക്കാക്കാൻ്റെ വൈഫും മക്കളും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. നുവാച്ചു നല്ല കളിയിലാണ്.
അങ്ങനെ അവർ തിരിച്ച് വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതിനിടയിൽ കക ഫോൺ ചെയ്യുന്നുണ്ട്. വെറുതെ പറയുന്നേ. അങ്ങനെ ടാറ്റൊക്കെ പറഞ്ഞ് ഇറങ്ങിയ ആള് ഇതാ തിരിച്ചു വന്നിട്ടുണ്ട്, പോണില്ല എന്ന് പറഞ്ഞിട്ട്. നിത പോയിക്കോ. ഞങ്ങൾ പോകുമ്പോൾ പോട്ടാ, ഞങ്ങൾ ബാബാക്കന്റെ കൂടെ പോട്ടാ. പോണിയ ബാബാക്കന്റെ കൂടി വരണില്ല. നാളെ അങ്ങനെ പിന്നെ ലാസ്റ്റ് പിടിയും വലിയൊക്കെ കൂടി അവളമ്മ വന്ന് അവളെ കൊണ്ടുപോയി. അങ്ങനെ പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചു. രാത്രിയിൽ മഗ്ലിയാത്ത് തന്നെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ചിക്കൻ ഇല്ലായിരുന്നു, അപ്പോൾ കുറച്ച് ചിക്കൻ ഫ്രൈ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കിടക്കാൻ നേരത്തെ ഒരു ചോക്ലേറ്റ് കഴിച്ചു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബായ്.